നല്ല സമാധാനത്തിൽ പോകുന്നൊരു ടൗണ്. വലിയ വലിയ കേസുകളോ അല്ലെങ്കിൽ കള്ളന്മാരോ കൊള്ളക്കാരോ ഒന്നുമില്ല ഈ ടൗണിനകത്ത്. എന്നാൽ ഒരു ദിവസം വലിയൊരു കൊലപാതകം നടക്കുന്നു. അതും ഈ ടൗണിലല്ലാത്തൊരാളുടെ കൊലപാതകം. പിന്നീട് നടക്കുന്ന പോലീസ് ഇൻവെസ്റ്റിഗേഷൻ. ഇതാണ് ഈ ഒരു സിനിമ. പക്ഷേ ഇവിടെ ഒരു മാരക പ്രശ്നമുണ്ട്. ഇതിനകത്തുള്ള പോലീസുകാർക്ക് കേസ് അന്വേഷിക്കാൻ അറിയത്തില്ല. അതിനൊരു കാരണമുണ്ട്. നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സമാധാനപൂരിതമായിട്ടുള്ളൊരു ടൗണാണ്. അതുകൊണ്ട് തന്നെ അവിടെ കേസുകളില്ല, കള്ളങ്ങളില്ല, കൊള്ളയില്ല, ഒന്നുമില്ല. അപ്പം പിന്നെ പോലീസുകാർക്ക് എന്താ പണി? ഇവരിങ്ങനെ പണിയെടുക്കാണ്ട് കേസ് അന്വേഷണം എങ്ങനെയാന്ന് പോലും കറക്റ്റ് അറിയത്തില്ല. ചുരുക്കി പറഞ്ഞാൽ ഒരു ലോല ഹൃദയരാണ് ഇവിടെയുള്ള പോലീസുകാർ മൊത്തം. ഇവരെങ്ങനെയാണ് ഈ ഒരു കേസ് തെളിയിക്കുക? ഇതാണ് ഈ ഒരു എൻ്റെയർ സിനിമ. പിന്നെ മറ്റൊരു കാര്യം, ഈ ഒരു സിനിമ യഥാർത്ഥ സംഭവത്തിൽ നിന്ന് ആസ്പദമാക്കി എടുത്തിട്ടുള്ള ഒരു സിനിമയാണ്. സിനിമയുടെ അവസാനത്തിൽ 2 ട്വിസ്റ്റൊക്കെ ഉണ്ട്. ഇതിൽ ആദ്യത്തെ ട്വിസ്റ്റ് സെറ്റാണ്. പക്ഷെ രണ്ടാമത്തെ ട്വിസ്റ്റ് നിങ്ങൾ ലോജിക്കൊക്കെ നോക്കിക്കണ്ട അത്രയ്ക്ക് അങ്ങോട്ട് ദഹിക്കത്തില്ല. സോ ഞാൻ ആദ്യമേ പറയാം, ലോജിക്ക് നോക്കാണ്ട് വേണം ഈ ഒരു സിനിമ കാണാനായിട്ട്. പിന്നെ ഈ സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഒരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമ പോകുന്നത് പോലെ ആയിരിക്കില്ല ഈ ഒരു സിനിമ പോവുക. ഇതൊരു ഫൺ ആൻഡ് ഹ്യൂമറായിട്ട് പോകുന്ന ഒരു സിനിമയാണ്. സോ ആ ഒരു മൂഡിൽ വേണം ഈ ഒരു സിനിമയെ അപ്രോച്ച് ചെയ്യാൻ. ഇനി രണ്ടാമത്തെ കാര്യം, ഈ സിനിമ കുറച്ച് കൺഫ്യൂസ് ആവാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടൊന്ന് ശ്രദ്ധിച്ചു കണ്ടാൽ വളരെ നന്നായിരിക്കും. ഇനി 3, ഈ സിനിമ ചിലർക്ക് ഒരു സ്ലോ ബേണർ ആയിട്ടൊക്കെ തോന്നിയേക്കാം, ചിലർക്ക് ബോറടിക്കാനും ചാൻസ് ഉണ്ട്. സോ ഇതെല്ലാവർക്കും പറ്റുന്ന ഒരു സിനിമയല്ല. ചുരുക്കി പറഞ്ഞാൽ ഒരേ കപ്പിലൊഴിച്ച് ഒരേപോലെ കുടിക്കാൻ പറ്റുന്ന ഒരു ചായ അല്ല എന്നർത്ഥം. മനസ്സിലായി കാണുമല്ലോ അല്ലേ? അപ്പം ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് ലേഖാക്കുന്നില്ല, നേരെ സിനിമയിലേക്ക് കടക്കാം. 2008 കോൾട്ട് ലേക്ക് എന്ന ചെറിയൊരു ടൗണാണ് കാണിക്കുന്നത്. അങ്ങോട്ടതാ ഒരു കാർ ചീറിപ്പാഞ്ഞു വരുന്നു എന്ന് മാത്രമല്ല, ആ വണ്ടിക്കകത്തുനിന്ന് ട്രാവിസ് എന്ന് പറയുന്ന ഒരാളെ പുറത്തേക്കിടുന്നു. അയാളാണെങ്കിൽ ആകെ പേടിച്ചിരിക്കുകയാണ്. കാരണം ട്രാവിസിനെ കൊല്ലാനാ ഇവർ വന്നിരിക്കുന്നത്. ഇതാണ് ലീന. ആക്ഷൻ ആയാലും ത്രില്ലർ ആയാലും മാറിയിരുന്ന് കഞ്ചാവും വലിച്ച് മ്യൂസിക് വായിച്ച് എൻജോയ് ചെയ്യും. അതാണ് ലീന. ചുരുക്കി പറഞ്ഞ ഒരു കിളി പോയ സൈസ്. ഇവനാണ് ഷഗ്ഗി. നോട്ട് ദ പോയിന്റ്, ഷഡ്ഡി അല്ല ഷഗ്ഗി. ഇവർ 2 പേരും ഡൗണർ എന്ന കൊടും ഡ്രഗ് ലോഡിന്റെ വലങ്കൈയാണ്. ഇവരുടെ മയക്കുമരുന്ന് കച്ചവടത്തിൽ എടങ്കോലിടാൻ വന്നതാണ് സാക്ഷാൽ ട്രാവിസ്. അതിനാണ് അവനെ കൊല്ലാൻ പോകുന്നത്. ഡൗണർ, ഞാൻ പറയുന്നു കേൾക്ക്, ജസ്റ്റ് ഒന്ന് സംസാരിക്കാനാണ് ഞാൻ വന്നത്. ട്രാവിസെ, നിന്നെപ്പോലെയുള്ള ഒരുപാട് സിറ്റി ബോയ്സിനെ ഞാൻ കുറെ കണ്ടിട്ടുണ്ട്. എന്തിനാടാ നീയൊക്കെ ഞങ്ങളുടെ നെഞ്ചത്തോട്ട് വരുന്നത്? നിനക്ക് നിന്റെ ബിസിനസ്, എനിക്ക് എൻ്റെ ബിസിനസ്. അങ്ങനെ പോയാൽ പോരെ? അപ്പോഴാണ് അവൻ്റെ ഒടുക്കത്തൊരു എടങ്കോല് എന്നും പറഞ്ഞ് സിഗരറ്റ് എടുക്കുകയാണ് ഡൗണർ. പക്ഷെ കത്തിക്കാൻ ലൈറ്റർ ഇല്ല. അപ്പോഴാണ് ട്രാവിസിൻ്റെ കയ്യിലെ പാരമ്പര്യമായിട്ട് കൈമാറുന്ന ഒരു ലൈറ്റർ കാണുന്നത്. അത് കണ്ടേക്ക് പുള്ളിക്കാരനങ്ങ് ഇഷ്ടപ്പെട്ടു. സോ അതങ്ങ് എടുക്കുന്നു, ട്രാവിസിൻ്റെ മേത്തൂടെ വണ്ടി കയറ്റി കൊല്ലുന്നു. അങ്ങനെ ദിവസങ്ങൾക്ക് ശേഷം, എന്നാൽ ഇപ്പോഴും ട്രാവിസിൻ്റെ മർഡർ കേസ് പോലീസുകാർ തെളിയിച്ചിട്ടില്ല. ഇത്രയും വലിയ കേസ് ഉണ്ടായിട്ടും തൻ്റെ ചർമ്മത്തിനൊന്നും സംഭവിക്കരുത് എന്നും കരുതി സൺസ്ക്രീൻ ഇടുന്ന ഈ മഹാനുണ്ടല്ലോ, അദ്ദേഹമാണ് ഇവിടുത്തെ ചീഫ്. ഒരു ലോലഹൃദയൻ. ഇയാളുടെ പേരാണ് സാൻഡി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ സാൻഡിയെ കാണാൻ ഈ ടൗണിന്റെ പുറത്തുനിന്ന് ഒരാൾ വരുന്നത്. താനേതാ? ഇവിടെ മുമ്പൊന്നും കണ്ടിട്ടില്ലല്ലോ. അപ്പോഴാണ് ചവച്ചുകൊണ്ടിരിക്കുന്ന ബബിൾക്കും തുപ്പിക്കളഞ്ഞ് അയാൾ ആരാന്ന് പറയുന്നത്. ഇതേ സമയം ടൗണിന്റെ മറ്റൊരു സൈഡാണ് കാണിക്കുന്നത്. ഇതാണ് സാം. പുള്ളിക്കാരനൊരു പോലീസുകാരനാണ്. അത് മാത്രമല്ല, ട്രാവിസ് മർഡർ കേസ് ഇപ്പം അന്വേഷിക്കുന്നത് ഇങ്ങേരാണ്. ഇയാളെയാണെങ്കിൽ നാട്ടുകാർക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്നാണ് താൻ സ്വയം വിശ്വസിച്ചിരിക്കുന്നത്. യാഥാർത്ഥ്യം അങ്ങനെയല്ല. എന്നാൽ ഇങ്ങേരുടെ മരിച്ചുപോയ അച്ഛനെ ഈ നാട്ടുകാർക്ക് ഭയങ്കര കാര്യമാണ്. ഇവൻ്റെ അച്ഛൻ ഇവിടുത്തെ മേയറായിരുന്നു. അയാളുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടുള്ള കോൾട്ട് ലേക്ക്. അതിനായിട്ട് അഘോരാത്രം പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് സാം. ഇവനാണ് അലക്സ്. സാമിനെ പോലെ മറ്റൊരു ഓഫീസറാണ്, പക്ഷെ റാങ്ക് അല്പം കുറവാണ്. അലക്സിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് തൻ്റെ കൂട്ടുകാരനായ സാമിൻ്റെ പാർട്ട്ണറായിട്ട് വർക്ക് ചെയ്യാന്നുള്ളത്. പക്ഷെ സാമിന് അതത്ര വലിയ താല്പര്യമൊന്നുമില്ല. ഈ അലക്സ് ആണെങ്കിൽ ചുമ്മാ വളവളാന്ന് സംസാരിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാം ഒരു കാര്യം പറയുന്നത്. ട്രാവിസ് മർഡർ കേസിൽ എനിക്കൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതെന്താണ് ഞാൻ ഇപ്പം പറയില്ല. ആദ്യം ചീഫിനോട് പറയാം, എന്നിട്ട് മതി അത് ഫോളോ അപ്പ് ചെയ്യല് എന്നും പറഞ്ഞവർ നേരെ പോകുന്നത് ഇസബലിനെ കാണാനാണ്. ഈ ഇസബലിനെ സാമിന് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ ഈ പ്രണയത്തെക്കുറിച്ച് ഇതുവരെ ഇസബലിനോട് തുറന്നു പറഞ്ഞിട്ടില്ല. പിന്നെ ഇസബൽ ഇപ്പോഴത്തെ മേയറിൻ്റെ മകളാണ്. അങ്ങനെ സാം സ്റ്റേഷനിലെത്തി. അവിടെയുണ്ട് നേരത്തെ ചീഫിനെ കാണാൻ വന്ന അതേ മനുഷ്യൻ. ഇയാളുടെ പേരാണ് ബോബി. പുള്ളിക്കാരൻ സിറ്റിയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്, അതും സ്പെഷ്യൽ നാർക്കോട്ടിക് ടാസ്ക് ഫോഴ്സ്. പക്ഷെ ഇതൊന്നും ഇവിടെ ഇരിക്കുന്ന സാമിനോ അലക്സിനോ പിന്നെ ഈ ആർമെന്റിനോ അറിയത്തില്ല. അങ്ങനെ ചീഫ് ഓരോരുത്തരുടെയും ഇൻട്രോ കൊടുക്കുന്നു. ആദ്യം തന്നെ ചീഫിനെ കുറിച്ചാണ് പറയുന്നത്. പുള്ളിക്കാരനൊരു പൂർണ്ണ വിശ്വാസിയാണ്.
അതുകൊണ്ട് തന്നെ സ്റ്റേഷൻ്റെ അകത്ത് ബൈബിൾ ക്ലാസ് വരെ നടത്തുന്നുണ്ട്. പിന്നതെ ഇവന്മാർ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് അടിയാണ്. ചുമ്മാ പരസ്പരം ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ചുരുക്കി പറഞ്ഞ ഒരു ചെറി പിടിച്ച സ്റ്റേഷനിലോട്ടാണ് ബോബി കേസ് അന്വേഷിക്കാനായിട്ട് എത്തിയിട്ടുള്ളത്. പക്ഷെ ഇവർക്കറിയില്ല ഇവരെക്കാൾ 1 നമ്പർ ചൊറിയനാണ് സാക്ഷാൽ ബോബി എന്നുള്ളത്. അങ്ങനെ ബോബി താൻ ആരാന്നും എന്താന്നും പറയുന്നു. അപ്പോഴാണ് ഒക്കെ കൂടെ ഒന്ന് അടങ്ങിയിരിക്കുന്നത്. ഞാൻ ബോബി ഗെയിൻസ്, സ്പെഷ്യൽ നാർക്കോട്ടിക് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഡ്രഗ് റിലേറ്റഡ് ആയിട്ടുള്ള കേസുകളാണ് ഞങ്ങൾ അന്വേഷിക്കാറ്. അപ്പോഴാണ് ഈ ടൗണിലെ മേഡറിനെ കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. ഡിക്സി മാഫിയുമായിട്ട് ബന്ധമുള്ളവരാണ് ഇത് ചെയ്തിരിക്കുന്നത്. അതാരാന്നും എന്താന്നും കണ്ടെത്തണം. 2 ആഴ്ചയായി ഈ കൊലപാതകം നടന്നിട്ട്, എന്നിട്ട് ഇതുവരെയും ഒരു തുമ്പും കിട്ടിയില്ലാലേ. ഈ സമയത്താണ് സാം അവൻ്റെ ലീഡിനെക്കുറിച്ച് അങ്ങ് പറയുന്നത്. ഇത് കേട്ടേക്കാ ലീഡും ഫോളോ ചെയ്ത് ബോബിയും സാമും അലക്സും കൂടെ അങ്ങോട്ട് പോകുന്നു. ഇതാണ് മിസ്റ്റർ ബെയ്ലി. ട്രാവിസിനെ വണ്ടി ഇടിപ്പിച്ച് കൊല്ലുന്ന സമയത്ത് മിസ്റ്റർ ബെയ്ലി അതേ സ്ഥലത്തുണ്ടായിരുന്നു. അതായത് പുള്ളിക്കാരനാണ് സാക്ഷി. എന്നാൽ ഇങ്ങേരാണെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അക്ഷരം സംസാരിക്കുന്നില്ല. ഇനി സാക്ഷി പറഞ്ഞിട്ട് പുലിവാലുണ്ടാക്കണ്ടെന്നും കരുതിയിട്ടാണ് അങ്ങേരിത് പറയാത്തത്. അങ്ങേർക്കൊരു താല്പര്യമില്ല. അങ്ങനെ പറയില്ല എന്ന് ഉറപ്പായപ്പോൾ പറയിപ്പിക്കാനായിട്ട് ബോബി അങ്ങേരുടെ പെറ്റിനെ അങ്ങ് എടുക്കുന്നു. സ്വന്തം മക്കളേക്കാൾ അങ്ങേർക്കിഷ്ടം അങ്ങേരുടെ പെറ്റ്സിനെയാണ്. അതേ പെറ്റിനെ സിങ്കിൽ വെള്ളം തിരിപ്പിച്ചിട്ട് കൊല്ലാൻ ശ്രമിച്ചാൽ ബെയിലി പിന്നെ വെറുതെ ഇരിക്കുമോ? അങ്ങേര് കണ്ട മുഴുവൻ കാര്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ഇങ്ങേര് 2 അടിച്ച് വീട്ടിൽ പോകുമ്പോഴാണ് ട്രാവിസിനെ കാർ കയറ്റി കൊല്ലുന്നത് അങ്ങേര് നേരിട്ട് കാണുന്നത്. എന്നാൽ ട്രാവിസ് മരിക്കുന്നതിന് മുമ്പ് പോയ്സൺ വെൽ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചിട്ട് ജാസ്പർ എന്ന ആളുമായിട്ട് കൂടിക്കാഴ്ച നടത്തിയിട്ടുണ്ട്. ഇത്ര മാത്രമേ മിസ്റ്റർ ബെയ്ലിക്ക് അറിയൂ. അങ്ങനെ ബോബി പറയാണ്, ഞാൻ ഇവിടെ വന്ന് ഈ കേസിനെ കുറിച്ച് ചോദിച്ച കാര്യം ആരും അറിയാൻ പാടില്ല, മനസ്സിലായല്ലോ എന്നും പറഞ്ഞ് പെറ്റിനെ തിരിച്ചു കൊടുക്കുന്നു, പോകുന്നു. ബോബിയുടെ ഈ കേസ് അന്വേഷണ രീതിയൊക്കെ കണ്ട് ഞെട്ടിയിരിക്കുകയാണ് സാം. ഒരു പോലീസുകാരന് മെയിനായിട്ട് വേണ്ട കാര്യമാണ് ഡിസിപ്ലിൻ. അതിങ്ങേർക്ക് ഒട്ടുമില്ലാന്ന് സാമിന് ഇപ്പം മനസ്സിലായി. അങ്ങനെ സാം അതിനെക്കുറിച്ച് സംസാരിക്കുന്നു. സാം, ഡിസിപ്ലിനും കോപ്പും ഒന്നും എൻ്റെ നിഘണ്ടുവിലില്ല. ക്രിമിനൽസ് ആരാണോ അവരെ പിടിക്കുക, എനിക്ക് അത്രയേ ഉള്ളൂ. സോ ജാസ്പർ അവൻ ആരാന്ന് എനിക്കറിഞ്ഞേ പറ്റുള്ളൂ. അങ്ങനെ ഈ സമയത്താണ് ഇവർക്കൊരു മെസ്സേജ് വരുന്നത്. സംഭവം വേറൊന്നുമില്ല, തൊട്ടപ്പുറത്തെ സ്ട്രീറ്റിലായിട്ട് ചെറിയൊരു തർക്കം നടക്കുന്നുണ്ട്. അങ്ങനെ ഇവർ 3 പേരും കൂടെ അങ്ങോട്ട് പോകുന്നു തർക്കം തീർപ്പാക്കാനായിട്ട്. ഇനി ഈ തർക്കത്തെക്കുറിച്ച് പറയാം. ഇപ്പുറത്തെ പാർക്കിലോട്ട് വരുന്ന സ്ത്രീകളെ കണ്ട് സ്ഥിരമായിട്ട് മാസ്റ്റർബേഷൻ ചെയ്യുന്ന ഒരു ചെങ്ങായി ഉണ്ട്. ഇവൻ്റെ കുൽസിത പ്രവൃത്തി തുടങ്ങിയിട്ട് കുറച്ചു കാലമായി. ഇന്ന് ടാമി എന്ന ടീച്ചർ അതങ്ങ് കയ്യോടെ പിടിച്ചു. പക്ഷെ ഇങ്ങേര് പറയുന്നത് ഞാൻ ഫോണിൽ കളിച്ചതാണ്, അല്ലാണ്ട് വേറെ കളിയൊന്നും ഇല്ലാന്നാണ്. അങ്ങനെ ഈ സമയത്താണ് സാം അങ്ങോട്ട് വരുന്നത്. ഇവർക്കാണെങ്കിൽ പെട്ടെന്ന് ആക്ഷനൊന്നും എടുക്കാൻ പറ്റില്ല, കാരണം തെളിവില്ല. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് കയറുകയാണ് ടാമിക്ക്. ആ ഒരു കറക്റ്റ് സമയത്താണ് ബോബി വന്നിട്ട് അങ്ങേരുടെ സാമാനത്തിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നത്. സോ അങ്ങേരുടെ കടിയും മാറി, നാട്ടുകാരുടെ പ്രശ്നവും തീർന്നു. ഗായ്സ്, ഒന്നുകൊണ്ടും പേടിക്കണ്ട, ഞാനിവിടുത്തെ പുതിയ ഓഫീസറാണ്. എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഉണ്ടാവും. ഇതൊക്കെ കേട്ടേക്ക് നാട്ടുകാരാണെങ്കിൽ കൈയടിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് ടാമി. അവൾക്ക് ഇവനെ വല്ലാതങ്ങ് ഇഷ്ടപ്പെട്ടു. ചുരുക്കി പറഞ്ഞാൽ ഇങ്ങേരിപ്പം നാട്ടുകാരുടെ കണ്ണിലുണ്ണിയാണ്. എന്നാൽ സാമിനിതൊന്നും തീരെ ദഹിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മിസ്റ്റർ ബെയ്ലി പറഞ്ഞ പോയ്സൺ വെൽ എന്ന സ്ഥലം കാണിക്കുന്നത്. ഇത് സത്യം പറഞ്ഞ ഒരു ബാറാണ്. അവിടെയുണ്ട് ട്രാവിസിന്റെ കൊലപാതകത്തിന് ഉത്തരവാദികളായ ഡൗണർ ആൻഡ് ഷഗ്ഗി. ഇവരുടെ പ്രധാന കേന്ദ്രമാണ് പോയ്സൺ വെൽ. ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ടൗണിലേക്ക് വരാൻ പോകുന്ന ഒരു പുതിയ മാരക ഡ്രഗിനെ കുറിച്ചാണ്. അതുമാത്രമല്ല, നേരത്തെ പറഞ്ഞ ജാസ്പർ ഇവരുടെ ടീമിലുള്ള ആളാണ്. അങ്ങനെ ഷഗ്ഗി പറയാണ്, നമ്മുടെ ഐറ്റംസ് ഇങ്ങോട്ട് വരുമ്പോൾ വല്ല കുഴപ്പമുണ്ടാവോ? എന്തോന്ന് കുഴപ്പം? കുഴപ്പങ്ങളെല്ലാം തീർപ്പാക്കാനാണല്ലോ നമുക്ക് പുതിയൊരു കൂട്ടുകാരനുള്ളത്. ഈ ലൈറ്റർ ആ കൂട്ടുകാരനോടത്തേക്ക്, എൻ്റെ ഒരു സന്തോഷത്തിന് എന്നും പറഞ്ഞ് കൊടുത്തുവിടുന്നത് ട്രാവിസിൻ്റെ കയ്യിൽ നിന്നെടുത്ത അതേ ലൈറ്ററാണ്. അങ്ങനെ ബോബിയും സാമും കൂടെ പോയ്സൺ വെല്ലിൻ്റെ ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട്. അങ്ങനെ സാമു പറയാണ്, നമുക്ക് ആ ജാസ്പറിനെ അങ്ങ് അറസ്റ്റ് ചെയ്താലോ? വേണ്ട, എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയാം. ഇവനെ പോലുള്ളവരങ്ങനെ ചുമ്മാ പറയത്തൊന്നുമില്ല. അവനെക്കൊണ്ട് കാര്യങ്ങളെല്ലാം പറയിപ്പിക്കണമെങ്കിൽ അവൻക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ കയ്യിലുണ്ടായിരിക്കണം. സോ അതിനുള്ളൊരു പ്ലാനാണ് നമുക്ക് ആവശ്യം. അത് തയ്യാറാക്കുന്നത് വരെ സമാധാനം പാലിച്ചേ പറ്റുള്ളൂ. സോ നമ്മൾ തേടിക്കൊണ്ടിരിക്കുന്ന ജാസ്പറിൻ്റെ ഫയലുകൾ എത്രയും പെട്ടെന്ന് എനിക്ക് എത്തിച്ചേരണം. ഇതൊക്കെ കേട്ടിട്ട് സാമിനാണെങ്കിൽ ചൊറിഞ്ഞ് വരുന്നുണ്ട്. ഇത് അങ്ങേരുടെ കേസാണ്. പെട്ടെന്നൊരുത്തം വരുന്നു, കേസ് ഏറ്റെടുക്കുന്നു, ഇവൻ്റെ തീരുമാനങ്ങളിൽ ഇടപെടുന്നു. ഇതൊക്കെ കണ്ട ആർക്കായാലും ദേഷ്യം വരും. അതുമാത്രമല്ല, ബോബിയുടെ ഈ സ്വഭാവമൊക്കെ കണ്ടിട്ട് സാമിന് നല്ല ഡൗട്ടുണ്ട്, ഇങ്ങേര് ശരിക്കുള്ള പോലീസ് തന്നെയാണോ എന്ന്. അങ്ങനെ സാം ചീഫിനെ കാണാൻ പോകുന്നു. ഒരു വിധത്തിലാണ് ചീഫ് സാമിനെ ഒന്ന് സമാധാനിപ്പിക്കുന്നത്. അങ്ങനെ ചീഫ് പറയാണ്, എൻ്റെ പൊന്ന് സാമെ, അയാൾ സ്പെഷ്യൽ ഫോഴ്സാണ്, ഞാൻ അയാളുടെ സുപ്പീരിയറുമായിട്ട് സംസാരിച്ചു എന്നും പറഞ്ഞ് സുപ്പീരിയറിൻ്റെ കാർഡ് അങ്ങ് കൊടുക്കുന്നു. അങ്ങനെ സാം ആരും അറിയാണ്ട് ആ നമ്പറിലോട്ടൊന്ന് വിളിച്ചു നോക്കുന്നു.
പക്ഷെ അറിയാലോ, സ്പെഷ്യൽ ഫോഴ്സ് ആണ്, അണ്ടർ കവറാണ്. അവരൊരിക്കലും ബോബിയെക്കുറിച്ചുള്ള ഇൻഫർമേഷൻ പറഞ്ഞു കൊടുക്കില്ല. പിന്നെ പോരാത്തതിന് അണ്ടർ കവറിലുള്ള ആളെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ചിലപ്പോൾ സാമിന് പ്രശ്നം വരാൻ ചാൻസ് ഉണ്ട്. കാരണം അത് ഇവരുടെ പ്രോട്ടോക്കോളിനെതിരാണ്. അങ്ങനെ രാത്രിയായി. ജാസ്പറിന്റെ ഫയലൊക്കെ നോക്കിയതിന് ശേഷം ബോബി ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. എന്നാൽ അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് സാമിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു. ബോബിനെക്കുറിച്ച് അന്വേഷിച്ചാനാണ് ഈ അടി. ഓൾറെഡി ചീഫ് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്. അതിന് പുറമെ ഒരു ഓഫീസർ വിളിക്കാന്ന് പറയുമ്പോൾ അതിന്റെ കുറച്ചിൽ ബോബിക്കാണ്. ഒരു അണ്ടർ കവർ ഓഫീസറിനെ അയാളുടെ ഐഡന്റിറ്റി മര്യാദക്ക് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്നറിഞ്ഞാൽ അത് അങ്ങേർക്ക് തന്നെയാണല്ലോ മോശം. അങ്ങനെ ഒരു വിധത്തിൽ സാമും ബോബിയും കൂടെ ഒരു ധാരണയിലെത്തുന്നു, കൈ കൊടുക്കുന്നു. ഇനിയാണ് മിഷൻ ജാസ്പർ. പോയ്സൺ വെല്ലിലോട്ട് ജാസ്പർ എത്തി. അങ്ങോട്ടതാ ബോബിയും വരുന്നു, ഒന്നും അറിയാത്തതുപോലെ, കുടിക്കാൻ വന്ന ആളെ പോലെ. ഇനി നൈസായിട്ട് ജാസ്പറുമായിട്ട് സൗഹൃദം സ്ഥാപിക്കണം. എന്നാൽ മാത്രമേ അയാളുടെ കയ്യിൽ നിന്ന് ഇൻഫോർമേഷൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ എങ്ങനെയാണ് ജാസ്പർ ട്രാവിസുമായിട്ടുള്ള ബന്ധം എന്നറിയാൻ പറ്റുള്ളൂ. പക്ഷേ അതത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. അങ്ങനെ ബോബി തൊട്ടടുത്തിരിക്കുന്നവന് $150 കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, ഒരു 10 മിനിറ്റ് കഴിഞ്ഞാൽ നീ ആ ജാസ്പറുമായിട്ടൊരു ഗംഭീര പ്രശ്നം ഉണ്ടാക്കണം. എന്തിനാ ഇതിനാണെന്നൊന്നും നീ അറിയണ്ട. ഇത് കേട്ടേക്ക് അങ്ങേരൊക്കെ പറയുന്നു. അയാൾക്ക് ആവശ്യം പൈസയായിരുന്നു, അത് കിട്ടി. അങ്ങനെ ബോബി ജാസ്പറിൻ്റെ അടുത്തോട്ട് പോകുന്നു. ഈ ജാസ്പർ ആണെങ്കിൽ പണ്ട് സ്പോർട്സിലൊക്കെ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഞാൻ നിങ്ങളുടെ ഫാനാണ്, എനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് ബോബി ജാസ്പറിനെ അപ്രോച്ച് ചെയ്യുന്നത്. അതൊക്കെ കേട്ടേക്ക് അങ്ങേരാണെങ്കിൽ പക്ക ഫ്ലാറ്റ്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരുത്തം വന്നിട്ട് വമ്പം പ്രശ്നം ഉണ്ടാക്കുന്നത്. അതും ജാസ്പറുമായിട്ട്. അതായത് 150 കൊടുത്തതിനുള്ള നന്ദി. ഇനിയാണ് ബോബിയുടെ ഊഴം. ആരാടാ ഞങ്ങളുടെ ജാസ്പറിനായിട്ട് അടിയുണ്ടാക്കുന്നത്, അവൻ ആരാന്നറിയോ എന്നൊക്കെ പറഞ്ഞാൽ പ്രശ്നം അങ്ങ് വഷളാക്കുന്നു. പിന്നെ അവിടെ ഗംഭീര ഫൈറ്റാണ്. ഒടുവിൽ പോലീസുകാരെത്തുന്നു. സാം അവരെ അറസ്റ്റ് ചെയ്യുന്നു, ഒരേ സെല്ലിലിടുന്നു. ഇത് തന്നെയാണ് ഇവർക്ക് വേണ്ടതും. അങ്ങനെ ആ സെല്ലിനകത്തിരുന്ന് ബോബി ജാസ്പറുമായിട്ട് കൂടുതൽ സംസാരിക്കുന്നു, ഫ്രണ്ടാവുന്നു. ചുരുക്കി പറഞ്ഞ പ്ലാൻ നല്ല പക്കാ സക്സസ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോബി ജാസ്പറുമായിട്ടൊരു ഡീല് വെക്കുന്നത്. ജാസ്പറിന്റെ കയ്യിൽ നിന്ന് ബോബി കുറച്ച് ഡ്രഗ്സ് എടുക്കാമെന്ന് സമ്മതിക്കുന്നു. അതായത് പുള്ളിക്കാരനൊരു ബയ്യറായിട്ട് മാറുന്നു. അങ്ങനെ ജാസ്പർ ഒരു ലൊക്കേഷൻ അങ്ങ് കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, നാളെ ഈ ലൊക്കേഷനിൽ പൈസയും കൊണ്ടുവന്ന ഡ്രഗ്സ് ഞാൻ തരും. ഇത് കേട്ടേക്ക് ബോബി അങ്ങ് ഓക്കെ പറയുന്നു. ഈ ഡ്രഗ്സ് കൊണ്ടുവരുന്ന സമയത്ത് കയ്യോടെ പിടിക്കാം, ചോദ്യം ചെയ്യാം. ഇതാണ് ബോബിയുടെ പ്ലാൻ. ചുരുക്കി പറഞ്ഞ ചോദ്യം ചെയ്യാൻ ഒരു കാരണം ഉണ്ടാക്കുന്നു. അല്ലാണ്ട് ഡയറക്റ്റായിട്ട് പോയി ചോദ്യം ചെയ്യാൻ ഇവരുടെ കയ്യിൽ വേണ്ട തെളിവുകളോ കാര്യങ്ങളോ ഒന്നുമില്ല. ട്രാവിസിന്റെ മരണത്തിന് കാരണമായിട്ടുള്ള ഡ്രഗ് കാർട്ടൽ ആരാന്ന് അവരൊറ്റ ചോദ്യം ചെയ്യലില് മനസ്സിലാവും. അങ്ങനെ പിറ്റേ ദിവസമായി. ജാസ്പറിനെ ജാമ്യത്തിലെടുക്കാൻ സാക്ഷാൽ ഷഗ്ഗി എത്തി. കൂട്ടത്തിൽ ബോബിനെയും കൂടെ പുറത്തിറക്കുന്നു. ഇനിയാണ് ബോബിയുടെ കളി. അങ്ങനെ ഇവർ നടത്തിയ ഡീലിനെ കുറിച്ച് ചീഫിനോട് പറയുന്നു. സോ ഡ്രഗ്സ് വാങ്ങാനും അറസ്റ്റ് ചെയ്യാനും റെഡി ആയിട്ടാണ് എല്ലാവരും ഇരിക്കുന്നത്. പക്ഷേ ഡ്രഗ്സ് വാങ്ങിക്കാനായിട്ട് ഏകദേശം $2500 ആവശ്യമുണ്ട്. അത് ചീഫിനോടാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്. എന്നാൽ അങ്ങേരുടെ കയ്യിലാണെങ്കിൽ 5 പൈസ ഇല്ല. പണ്ടാറടങ്ങാൻ ഏത് നേരത്താണാവോ ഈ സ്റ്റേഷനിലോട്ട് തന്നെ വരാൻ തോന്നിയത് എന്നും പറഞ്ഞുകൊണ്ടാണ് ബോബി നിൽക്കുന്നത്. ഈ ക്യാഷ് കൊടുത്താൽ മാത്രമാണ് അത്രയും വലിയൊരു ഡീൽ അവിടെ നടക്കത്തുള്ളൂ. സോ ക്യാഷ് ഒപ്പിച്ചേ പറ്റുള്ളൂ. പിന്നെ അവനൊന്നും നോക്കിയില്ല. അടുത്തുള്ള സ്റ്റോറി പോകുന്നു, നല്ല അന്തസ്സായിട്ട് മോഷ്ടിക്കുന്നു. ഇത്രയും ഗതികെട്ടൊരു പോലീസുകാരൻ വേറെ ഉണ്ടായിരിക്കില്ല. അങ്ങനെ ജാസ്പർ പറഞ്ഞ ലൊക്കേഷനിലെത്തി ബോബി. ബാക്കപ്പിനായിട്ട് സാമും ഉണ്ട്, അലക്സും ഉണ്ട്. ജാസ്പർ വരുന്നു, സാധനം കൊടുക്കുന്നു, പൈസ വാങ്ങുന്നു. സാമും അലക്സും കൂടെ പൂട്ടുന്നു. ഇതാണ് പ്ലാൻ. പക്ഷേ ഈ പ്ലാനിൽ ശ്രദ്ധിക്കാനൊന്നും സാമിനും അലക്സിനും നേരമില്ല. അവർ ഇസബലിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭയങ്കര ബിസിയാണ്. ഒരു മിഷന് വേണ്ടിയിട്ടാണ് താൻ വന്നിരിക്കുന്നതെന്ന് ഒരു ബോധവുമില്ല. ഇതിൻ്റെ ഇടയിലാണ് 2 ആളുകൾ വന്നിട്ട് ബോബിയുടെ കയ്യിൽ നിന്ന് പണം മോഷ്ടിക്കാൻ നോക്കുന്നത്. എന്നാൽ ഇതുണ്ടാ ബാക്കപ്പിനായിട്ട് വന്ന സാമും അലക്സും അറിയണ്. രണ്ടും കൂടെ സ്റ്റിൽ ഗംഭീര സംസാരത്തിലാണ്. ഒരു വിധത്തിലാണ് ബോബി ഒന്ന് അലറി വിളിക്കുന്നത്. എന്തോ ഒരു ഭാഗ്യത്തിന് അത് കേൾക്കുകയും ചെയ്യുന്നു. അങ്ങനെ മോഷ്ടിക്കാൻ വന്ന കള്ളന്മാരെ പിടിച്ചു. അപ്പോഴാണ് ഞെട്ടിക്കുന്നൊരു കാര്യം അറിയുന്നത്. ഇവന്മാരെ അയച്ചിട്ടുള്ളത് സാക്ഷാൽ ജാസ്പറാണ്. സത്യം പറഞ്ഞാൽ ഡ്രഗ്സ് കൊടുക്കാനൊന്നും പുള്ളിക്കാരന് ഒരു താല്പര്യമില്ല. ബോബി ഡ്രഗ്സിനായിട്ട് കൊണ്ടുവരുന്ന പൈസ അങ്ങ് അടിച്ചെടുക്കുക, അതായിരുന്നു ജാസ്പറിന്റെ പ്ലാൻ. ഇതറിഞ്ഞപാട് ദേഷ്യം ഉച്ചിയിൽ കയറിയിട്ടാണ് ബോബി ഇരിക്കുന്നത്. ഇവർക്ക് ഇത്രയും മതി ജാസ്പറിനെ അറസ്റ്റ് ചെയ്യാനായിട്ട്. ജാസ്പർ പറഞ്ഞിട്ടാണല്ലോ ഈ കള്ളന്മാർ ബോബിനെ അടിച്ച്. അങ്ങനെ ബോബി പറയാണ്, എത്രയും പെട്ടെന്ന് ആ പന്നയുടെ വീട് റെയ്ഡ് ചെയ്യണം. ഡ്രഗ്സ്, ഗണ്ണ്, പെണ്ണ് എന്ന് വേണ്ട എന്ത് കിട്ടിയാലും അറസ്റ്റ് ചെയ്തേക്കണം. സോ രണ്ടും കൽപ്പിച്ച് 3 കൂടെ ജാസ്പറിന്റെ വീടങ്ങ് റെയ്ഡ് ചെയ്യുന്നു. ജാസ്പർ ആണേലോ വേഗം തന്നെ ഓടി രക്ഷപ്പെടുകയാണ്. ഇവരാണെങ്കിൽ പിന്നാലെ തന്നെയുണ്ട്. ഈ സമയത്താണ് ജാസ്പർ അങ്ങ് ഷൂട്ട് ചെയ്യുന്നത്. എന്തോ ഭാഗ്യത്തിന് ബോബിയുടെ ബുള്ളറ്റ് പ്രൂഫ് വെസ്റ്റിന്റെ മുകളിലോട്ടാണ് ബുള്ളറ്റ് കൊള്ളുന്നത്. അങ്ങനെ ഒരു വിധത്തിലാണ് സാം അവനെ പിടിക്കുന്നത്. അങ്ങനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു. അതും അവൻ്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഡ്രഗ്സ് കാണിച്ചുകൊണ്ട്. നീ ഇത് കണ്ട, ഇത് നിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയതാ. സോ പറ, ആരാണ് ഈ നാട്ടിലത്തെ ഏറ്റവും വലിയ ഡ്രഗ് ഡീലർ? അത് മാത്രമല്ല, മരിച്ച ട്രാവിസുമായിട്ട് നിനക്കെന്താ കണക്ഷൻ? ഇത് കേട്ടേക്ക് 11 ആണെങ്കിൽ എനിക്ക് വക്കീലിനെ വേണമെന്ന് മാത്രമേ പറയുന്നുള്ളൂ.
അല്ലാതെ ഒരക്ഷരം മിണ്ടുന്നില്ല. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് കയറിയ ബോബി അടിച്ചവൻ്റെ അണ്ടം കലക്കാനിരിക്കുകയാണ്. ഒരു വിധത്തിലാണ് ബാക്കിയുള്ള പോലീസുകാർ അവനെ പിടിച്ചു നിർത്തുന്നത്. ജാസ്പറാണേലോ ഇതൊക്കെ കണ്ട് വല്ലാണ്ട് പേടിച്ചിട്ടുമുണ്ട്. സോ അവൻക്കറിയാവുന്ന എല്ലാ സത്യങ്ങളും അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ആ ട്രാവിസിനെ ഒരു കാറിലോട്ട് കയറ്റി കൊടുക്കുക, അത് മാത്രമായിരുന്നു എൻ്റെ ജോലി. ആ കാറിനകത്തുണ്ടായിരുന്ന ഡൗണറായിരുന്നു. ഡൗണറും ഷഗ്ഗിയും ലീനയും കൂടിയിട്ടാണ് അയാളെ കൊന്നുകളഞ്ഞത്. ഡൗണർ എന്നുള്ള പേര് കേട്ടേക്ക് അലക്സും സാമും ഞെട്ടിയിരിക്കുകയാണ്. അയാൾ ഈ നാട്ടിലെ മാരക ക്രിമിനലാണ്. അത് മാത്രമല്ല ടൗണിലെ പ്രധാന ഡ്രഗ് ലോഡ്. അങ്ങനെ ജാസ്പർ പറയാണ്, സിറ്റിയിലുള്ള കുറച്ച് ഗ്യാങ്സ്റ്റേഴ്സിനായിട്ട് ഡൗണറിന് നല്ല പ്രശ്നമുണ്ടായിരുന്നു. അവർ ഡൗണറിൻ്റെ കച്ചവടത്തിൽ കയറി അടങ്കോലിട്ടോണ്ടാ സിറ്റി ഗ്യാങ്ങിലെ ട്രാവിസിനെ തീർക്കേണ്ടി വന്നത്. അവർക്കുള്ളൊരു വാണിംഗ് ആയിട്ട്. ശരി, ഓക്കെ, ഇനി നീ എനിക്കായിട്ടൊരു കാര്യം ചെയ്തു തരണം. അതിന് പകരമായിട്ട് ഈ കേസിൽ നിന്ന് ഞാൻ നിന്നെ ഒഴിവാക്കി തരാം. എനിക്കറിയണ്ട് ആ ഡൗണറിൻ്റെ ലാബ് എവിടെയെന്നാ, അയാൾ എവിടെ വെച്ചിട്ടാണ് മയക്കുമരുന്ന് ഉണ്ടാക്കുന്നത്. സാർ, അയാളുടെ ലാബ് എവിടെയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ കുറച്ച് ദിവസം കഴിഞ്ഞാൽ അവർക്ക് വലിയ രീതിയിലൊരു ഷിപ്മെൻറ്റ് വരുന്നുണ്ട്. അത്രമാത്രമേ എനിക്കറിയത്തുള്ളൂ. ഓക്കെ, നീ ഒരു കാര്യം ചെയ്യും, ഒന്നും സംഭവിക്കാത്തതുപോലെ മുന്നോട്ട് പോകണം. അവരുടെ കാര്യങ്ങളെല്ലാം എനിക്ക് ചോർത്തി തരണം. ഇത് കേട്ടേക്ക് ഇങ്ങേരാണെങ്കിൽ പേടിച്ചുറച്ചിരിക്കുകയാണ്. അങ്ങനെ ഈ സമയത്താണ് സാമിനങ്ങ് ദേഷ്യം വരുന്നത്. ഇന്നേ വരെ ഈ ടൗണിനകത്ത് വയലൻസ് ഉണ്ടായിരുന്നില്ല. എന്നാൽ ബോബി കാലുകുത്തിയതിന് ശേഷം അന്വേഷണ രീതി തന്നെ മാറിയിരിക്കുകയാണ്. ഡേയ്, നിന്റെ പ്രശ്നം എന്താ? ബോബി, നീ വിചാരിക്കുന്ന പോലത്തെ ഒരു സ്ഥലമല്ലത്. ഈ നാട് മൊത്തം കെട്ടിപ്പടുത്ത് എൻ്റെ അച്ഛനാ. അയാൾ എല്ലാ കാര്യവും ചെയ്തിരുന്നത് നല്ല രീതിയിലാണ്. അതേപോലെ തന്നെയാണ് ഞാനും ഒരു നല്ല മനുഷ്യൻ. സാം, ഈ ലോകത്താരും നല്ലവരല്ല, എല്ലാവരും ബാഡാണ്. ഞാൻ നിനക്ക് ഫ്രീ ആയിട്ടൊരു അഡ്വൈസ് തരാം. ഗുഡ് ബോയ് ആയിട്ട് ഇരിക്കുന്നതിനേക്കാൾ നല്ലത് ബാഡ് ബോയ് ആയിട്ട് ഇരിക്കുന്നതാണ്. അത് മാത്രമല്ല, ആരുടെ മുമ്പിലും മുട്ടുകുത്തരുത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് നാട്ടിൽ ചെറിയൊരു പരിപാടി നടക്കുന്നത്. അതിനകത്ത് പാട്ട് പാടുന്നതാണേലോ സാക്ഷാൽ സാം. പുള്ളിക്കാരനൊരു അസാധ്യ സിംഗറാണ്. അങ്ങനെ പരിപാടി കാണാൻ വന്നിരിക്കുകയാണ് മേയറും അയാളുടെ മകളായ ഇസബെല്ലയും കൂടെ. അവളാണെങ്കിൽ കുടിച്ച് ലെക്ക് കെട്ടിയിരിക്കുകയാണ്. അങ്ങനെ മേയർ ചോദിക്കുകയാണ്, അല്ല സാം, കേസെന്തായി? ഞങ്ങൾ ഇന്നലെ ഒരുത്തനെ പിടിച്ചിട്ടുണ്ട്, ജാസ്പർ. അവനെ വെച്ച് ബാക്കിയുള്ളവരെ പൂട്ടാനാ ഞങ്ങളുടെ പ്ലാൻ. ഇത് കേട്ടേക്ക് മേയറിനാണെങ്കിൽ വലിയ കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല. ഇവിടുത്തെ പോലീസുകാരല്ലേ, അത്ര ബുദ്ധിയൊന്നുമില്ല എന്ന് അങ്ങർക്ക് നന്നായിട്ടറിയാം. അങ്ങനെ രാത്രിയായി. അപ്പോഴാണ് നമ്മുടെ ടീച്ചർ ടാമിയും ബോബിയും കൂടെ നൈസായിട്ടൊന്ന് സെക്സിൽ ഏർപ്പെടുന്നത്. അവൾക്ക് ഓൾറെഡി അവൻ്റെ മുകളിലൊരു കണ്ണുണ്ടായിരുന്നല്ലോ. അത് മാത്രമല്ല, കുടിച്ച് ലെക്ക് കെട്ടിട്ടാണോ അറിയില്ല, അല്ലെങ്കിൽ ബോധപൂർവമാണോ അതും അറിയില്ല, ഇസബൽ സാമിനെ കിസ് ചെയ്യുന്നു. അതോടുകൂടെ സാമാണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവൻ ആഗ്രഹിച്ചൊരു കാര്യമാണ് ഇസബലിനെ സ്വന്താക്കാന്നുള്ളത്. അങ്ങനെ പിറ്റേ ദിവസമായി. സാമാണെങ്കിൽ ഭയങ്കര ഹാപ്പിനെസ്സിലാണ് സ്റ്റേഷനിലോട്ട് വരുന്നത്. എന്നാൽ ഞെട്ടിക്കുന്നൊരു കാര്യമാണ് പുള്ളിക്കാരനങ്ങ് കാണുന്നത്. ലോക്കപ്പിനകത്ത് ജാസ്പർ ഇല്ല. പുള്ളിക്കാരൻ രക്ഷപ്പെട്ടിരിക്കുന്നു. അതും ആർമെൻറ്റിനെ തലക്കടിച്ച് ബോധം കെടുത്തിയിട്ട്. അങ്ങനെ എല്ലാവരും എത്തി. ബോബിക്ക് ഒന്നുറപ്പാണ്, പുറത്തുനിന്നൊരാളുടെ സഹായം അല്ലാണ്ട് ജാസ്പറിന് ഒരിക്കലും രക്ഷപ്പെടാൻ സാധിക്കില്ല. സോ അങ്ങേർക്ക് നല്ല ഡൗട്ടുണ്ട്, ആർമെൻ്റ് തന്നെ പൈസക്ക് വേണ്ടിയിട്ട് ലോക്കപ്പ് തുറന്നു കൊടുത്ത് നാടകം കളിക്കണമെന്നുള്ളത്. അങ്ങനെ ബോബി നല്ല വേണ്ട രീതിയിൽ ആർമെൻറ്റിനെ അങ്ങ് ചോദ്യം ചെയ്യുന്നു. അപ്പോഴാണ് അങ്ങേര് സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നത്. ഇന്നലെ രാത്രി കുറച്ച് കഞ്ചാവ് അടിച്ചിരിക്കുകയായിരുന്നു പുള്ളിക്കാരൻ. സ്റ്റേഷൻ്റെ അകത്തുനിന്ന് പുക പോകാൻ വേണ്ടി ജനാലയെല്ലാം തുറന്നു വെച്ചിട്ടുണ്ടായിരുന്നു. അതുവഴിയായിരിക്കണം ഡൗണറിൻ്റെ ആൾക്കാർ അകത്തു വന്നതും ജാസ്പറിനെ കൊണ്ടുപോയതും. ഇതോടുകൂടെ ബോബി ഒരു തീരുമാനമെടുത്തു. ഡൗണർ മയക്കമരുന്ന് ഉണ്ടാക്കുന്ന ലാബ് എവിടെയെന്നാണ് അറിയാത്തത്, എന്നാൽ അങ്ങേരുടെ വീട് എവിടെയെന്ന് നന്നായിട്ടറിയാം. അങ്ങോട്ട് പോവുകയാണ് ബോബിയും അലക്സും സാമും കൂടെ. എന്നാൽ ഇതെല്ലാം വാച്ച് ചെയ്യാനായിട്ട് ഡൗണറിൻ്റെ ആൾക്കാർ സ്റ്റേഷൻ്റെ പുറത്ത് തന്നെയുണ്ടായിരുന്നു. അങ്ങനെ ബോബി ഡൗണറിൻ്റെ പ്രോപ്പർട്ടിയിലെത്തി. ഇവരാണെങ്കിൽ ഗണ്ണും കൊണ്ടാണ് വന്നിട്ടുള്ളത്. അപ്പം പിന്നെ ഡൗണർ വെറുതെ ഇരിക്കുമോ? ഒരിക്കലുമില്ല. ഡൗണറും ബാക്കിയുള്ളവരും ഗണ്ണങ്ങെടുക്കുന്നു. അവർക്ക് വേണമെങ്കിൽ ലീഗലി ബോബിനെയും ടീംസിനെയും ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയിലാണ് ഇവരെത്തിയിട്ടുള്ളത്. അങ്ങനെ ബോബി ചോദിക്കുകയാണ്, ഡൗണർ, ജാസ്പർ എവിടെ? ജാസ്പർ ഇപ്പോൾ ഞങ്ങളുടെ ടീമിലില്ല, അവൻ എവിടെയെന്നും അറിയില്ല. സോ നിങ്ങൾ പോകാൻ നോക്ക്. എടാ പന്നകളെ, നീയൊക്കെ കൂടിയിട്ടാണ് ആ ട്രാവിസിനെ കൊന്നതെന്നും മയക്കമരുന്ന് കച്ചവടം നടത്തുന്നതെന്നും എനിക്ക് നന്നായിട്ടറിയാം. സാറുമാർ ചുമ്മാ അനാവശ്യം പറയാണ്ട് പോകാൻ നോക്ക്. ഞങ്ങൾക്കൊരു ട്രാവിസിനെ അറിയില്ല, ഡ്രഗ്സിനെ കുറിച്ചും അറിയില്ല. ഇത് കേട്ടേക്ക് സാം അങ്ങ് ചൂടാവുന്നു. ഡൗണറാണേലോ അങ്ങേർക്കിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു. ഇതൊക്കെ കണ്ട് ഭ്രാന്ത് കയറുകയാണ് ബോബിക്ക്. മോനെ ഡൗണറെ, ഞാൻ പണ്ടൊരു വാടക വീട്ടിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങളാണെങ്കിൽ എന്നും റെൻ്റ് കൊടുക്കാൻ വൈകാറുണ്ട്. ഹൗസ് ഓണർ ആണെങ്കിൽ എന്നും ചൊറ. അങ്ങനെ ഒരു ദിവസം എൻ്റെ അമ്മേനെ അയാൾ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചു, ഒരു അടിമയെ പോലെ. എനിക്കാണെങ്കിൽ മുട്ടുകുത്തുന്ന പരിപാടി കണ്ണെടുത്താൽ കണ്ടുകൂടാ. സോ ഞാൻ ആ ഹൗസ് ഓണറെ അങ്ങ് നരകത്തിലേക്ക് അയച്ചു. അതേപോലെ നിന്നെ ഞാൻ അയക്കുന്നുണ്ട്. ഇപ്പോഴല്ല, പിന്നെ. ആ ട്രാവിസിനെ നീ മുട്ടുകുത്തിച്ച പോലെ എന്നെ നീ മുട്ടുകുത്തിക്കാൻ നോക്കണ്ട. ഞാനാണ് ഇവിടുത്തെ രാജാവ് എന്നും പറഞ്ഞ് വെല്ലും വിളിച്ചാണ് പുള്ളിക്കാരൻ പോകുന്നത്. എന്തായാലും ഡൗണറിൻ്റെ സംസാരത്തിൽ നിന്ന് ബോബിക്ക് ഒരു കാര്യം ഉറപ്പായി. ജാസ്പറിനെ അവരെന്തേലും ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ കൊന്നിട്ടുണ്ടാവും.
ഇനിയിപ്പോൾ എന്താ ചെയ്യുക? അവൻ്റെ ലാബ് കണ്ടെത്താൻ എന്താണൊരു മാർഗം? തൽക്കാലം നമുക്ക് നാട്ടുകാരെ വിളിച്ചു കൂട്ടിയിട്ട് ഒരു മീറ്റിംഗ് വെച്ചാലോ? ആളുകൾ എന്തെങ്കിലും സസ്പീഷ്യസ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ. ഇത് കേട്ടേക്ക് ബോബി പറയാണ്, അങ്ങേരുടെ മെത്ത് ലാബ് കണ്ടെത്താൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. സ്കൂൾ പിള്ളേര് പല സ്ഥലങ്ങളിലും പല രീതിയിലും കുട്ടികളെത്താൻ സാധ്യതയുണ്ട്. മുതിർന്നവർ ചുറ്റും നോക്കുന്നതിനേക്കാൾ കുട്ടികളായിരിക്കും ഈ നാടിനെ കൂടുതലായിട്ട് ശ്രദ്ധിക്കുന്നുണ്ടാവുക. സോ സ്കൂളിലോട്ട് പോവുക, അവരുമായിട്ട് മീറ്റിംഗ് വെക്കുക, കാര്യങ്ങളെല്ലാം ചോദിച്ചറിയുക എന്നും പറഞ്ഞ് നേരെ സ്കൂളിലോട്ടാണ് പോകുന്നത്. അവിടെയുണ്ട് ഇസബൽ ആൻഡ് മേയർ. ഇസബൽ ഇവിടുത്തെ ടീച്ചറാണ്. പിന്നെ പോലീസുകാരുടെ ചോദ്യം ചെയ്യലായതുകൊണ്ട് മേയറും വന്നു എന്ന് മാത്രം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇസബൽ ഒരു കാര്യം പറയുന്നത്. സാം, ഇന്നലെ രാത്രി ഞാൻ കുറച്ച് ഓവറായിരുന്നു. എന്തൊക്കെയാ കാട്ടിക്കൂട്ടിയെന്ന് സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഓർമ്മയില്ല. ഇത് കേട്ടേക്ക് സാമിൻ്റെ മൊത്തം മൂടും പോകുന്നു. അവൾ കൊടുത്ത കിസ് ഒരബദ്ധത്തിൽ സംഭവിച്ചതാണ് പുള്ളിക്കാരന് ഇപ്പം മനസ്സിലായി. അങ്ങനെ ബോബി ഓരോ കുട്ടികളെയും മാറി മാറി ഇൻ്റർവ്യൂ ചെയ്യുന്നു. എന്നാൽ അവരിൽ നിന്ന് ഒരു താങ്ങിയും കിട്ടുന്നില്ല. ഇതിൻ്റെ ഇടയിലാണ് ഇസബെല്ലയും ടാമിയും കൂടെ സംസാരിക്കുന്നത് സാം കേൾക്കുന്നത്. അവരാണെങ്കിൽ സാമിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ടാമി പറയാണ്, ആ സാമിൻ്റെ വിചാരം ഈ നാട്ടുകാർക്ക് അവനെ ഭയങ്കര കാര്യമാണ്. പക്ഷെ സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ വെറും കോമഡിയാണ്. ഇത് കേട്ടേക്ക് ഇസബെല്ല പറയാണ്, അവൻ്റെ അച്ഛൻ മരിച്ചതിന് ശേഷം അവൻ ഇങ്ങനെയായത്. 24 മണിക്കൂറും ടൗണിനെ രക്ഷിക്കാൻ പോകുമെന്ന് പറഞ്ഞ് നടക്കുക. ആരെയെന്ന് രക്ഷിക്കാൻ? എന്തോന്ന് രക്ഷിക്കാൻ? എനിക്കാണെങ്കിൽ ഇന്നലെ ഒരു അബദ്ധവും പറ്റി. ഭ്രാന്ത്. ഇതൊക്കെ കേട്ടേക്ക് പുള്ളിക്കാരനാകെ കയ്യിന്ന് പോകുന്നു. പിന്നെ പറയണ്ടല്ലോ, കുടിയോട് കുടിയാണ്. അങ്ങനെ അന്ന് രാത്രി കുടിച്ച് ലക്ക് കെട്ടിട്ടാണ് ബോബിയുടെ കൂടെ പോകുന്നത്. അതും ലീനയെ കാണാൻ. ഈ ലീന ഡൗണറിൻ്റെ വലങ്കൈ മാത്രമല്ല, അങ്ങേരുടെ ലവ്വറും കൂടിയാണ്. ലീന, സത്യം പറ, നിന്റെ ഡൗണറിൻ്റെ ലാബ് എവിടെയാണ്? സാറുമാർ ചെല്ല്, ചുമ്മാ സമയം കളയണ്ട. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഡൗണർ മയക്കുമരുന്ന് ഉണ്ടാക്കാറില്ല. ഇത് കേട്ടേക്ക് ജാസ്പറിന്റെ വീട്ടിൽ നിന്ന് കിട്ടിയ ഡ്രഗ്സാണ് കാണിച്ചു കൊടുക്കുന്നത്. എന്നിട്ട് പറയാണ്, നീയായിട്ട് പറഞ്ഞു തന്നില്ലെങ്കിൽ ഈ ഡ്രഗ്സ് നിന്റെ വീട്ടിൽ നിന്ന് പിടിച്ചെടുത്തതാണെന്നും പറഞ്ഞ് നിന്നെ അങ്ങ് അറസ്റ്റ് ചെയ്യും. ഇത് കേട്ടേക്ക് ലീന പറയാണ്, സാം, കള്ളക്കേസ് ഉണ്ടാക്കാൻ നിന്നെ കൊണ്ട് പറ്റുമോ? നീ ഒരു ഗുഡ് ബോയ് അല്ലേ? ഈ നാടിന് വേണ്ടിയിട്ടാണ് ഞാൻ നല്ല മനുഷ്യനായത്. പക്ഷെ ഇപ്പോൾ വേണ്ടിയിരുന്നില്ല എന്ന് എനിക്കെന്നെ തോന്നുക. സോ ഞാനൊരു ബാഡ്മാനാണ് എന്നും പറഞ്ഞ് വിരട്ടിക്കൊണ്ടിരിക്കുകയാണ് ലീനേനെ. അങ്ങനെ ലീന വേറെ മാർഗമില്ല എന്ന് കണ്ടപ്പോൾ ലാബിൻ്റെ ലൊക്കേഷൻ അങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഇവരൊന്നും നോക്കിയില്ല, അലക്സിനെയും കൂട്ടി അങ്ങോട്ട് പോകുന്നു. എന്നാൽ അതൊരു ട്രാപ്പായിരുന്നു. അവരെത്തിയതും ആ ബിൽഡിംഗ് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ്. എന്തോ ഭാഗ്യത്തിനാണ് ബോബിയും സാമും രക്ഷപ്പെടുന്നത്. എന്നാൽ അലക്സിന് ഗുരുതരമായിട്ടുള്ള പരിക്കാണ് ഏൽക്കുന്നത്. അങ്ങനെ അലക്സിനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു. ഈ സമയത്താണ് ഹോസ്പിറ്റലിലോട്ട് മേയറും ചീഫും എത്തുന്നത്. അതും ഈ ടൗണിൽ നടന്ന പൊട്ടിത്തെറിയെക്കുറിച്ച് അറിഞ്ഞിട്ട്. മേയറാണെങ്കിൽ ചൂടാവുകയാണ്. ഇന്നേ വരെ ഈ ടൗണിനകത്ത് ഇതുപോലത്തെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഇവരുടെ ഒടുക്കത്തെ അന്വേഷണം കാരനാണ് ഇത്രയും വലിയൊരു ബ്ലാസ്റ്റ് നടന്നത്. ഇയാളുടെ ചൂടാവലൊക്കെ കണ്ട് ഭ്രാന്ത് കയറിയിട്ടാണ് ബോബി അവിടുന്ന് പോകുന്നത്. എന്നാൽ മേയർ സാമിനോട് കുറച്ച് കാര്യങ്ങൾ പറയുന്നു. സാം, അവനെ പോലെ അല്ല നീ. ഈ നാടിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ നിന്നെക്കൊണ്ട് മാത്രമേ സാധിക്കൂ. അയാൾക്ക് വെറും കെയോസ് മാത്രമേ അറിയൂ എന്നും പറഞ്ഞ് സാമിനൊരു ലൈറ്റർ അങ്ങ് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നു. എന്നിട്ട് പറയാണ്, ഈ ടൗണിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി എൻ്റെ അച്ഛൻ എനിക്ക് തന്നതാണ് ഈ ലൈറ്റർ ഒരു ഗിഫ്റ്റായിട്ട്. അതാണ് ഞാൻ നിനക്ക് തരുന്നത്. പക്ഷെ ഇങ്ങേര് കൊടുത്തിട്ടുള്ളത് ട്രാവിസിൻ്റെ കയ്യിലുണ്ടായിരുന്ന ഡൗണർ കൈക്കലാക്കിയ അതേ ലൈറ്ററായിരുന്നു. സോ ഡൗണറിന് എല്ലാ സഹായം ചെയ്തു കൊടുക്കുന്ന പുതിയ ഫ്രണ്ട് സാക്ഷാൽ മേയറാണ്. ഇതൊന്നും അറിയാണ്ട് സാമാണേലോ ആ ലൈറ്റർ അങ്ങ് വാങ്ങുന്നു, സ്റ്റേഷനിലോട്ട് പോകുന്നു. അങ്ങേർക്കിനി എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടുത്തമില്ല. അപ്പോഴാണ് ടാമി അങ്ങോട്ട് വരുന്നത്. എവിടെയാടാ നിന്റെയൊക്കെ ബോബി? അന്ന് രാത്രി കണ്ടതാ. അതിനുശേഷം അവൻക്ക് ഒരു മൈൻഡുമില്ല എന്നെ. അങ്ങനെ കറിവേപ്പില കളയുന്നത് പോലെ എന്നെ കളയാൻ പറ്റില്ല. എനിക്ക് അന്നേ അറിയായിരുന്നു അവനൊരു ഉഡായിപ്പാന്ന്. അതുകൊണ്ടാ അവൻ എന്നെ പറ്റിച്ചു എന്ന് മനസ്സിലായപ്പോൾ അവനെക്കുറിച്ച് ഞാനൊന്ന് അന്വേഷിച്ച്. എൻ്റെ പൊന്ന് ടാമി, നീയൊന്ന് കൂളാവ്. അല്ല, നീ എന്താണ് അന്വേഷിച്ച് കണ്ടെത്തിയത്? അപ്പോഴാണ് ടാമി ഞെട്ടിക്കുന്ന കുറച്ച് കാര്യങ്ങൾ പറയുന്നത്. എടാ മണ്ട, നീയൊക്കെ എവിടുത്തെ പോലീസുകാരാടാ? ഒരുത്തൻ വരുന്നു, അവനെ വിശ്വസിക്കുന്നു, എൻ്റെ സ്റ്റേഷൻ തന്നെ കൈമാറുന്നു. ഇത്രയും വലിയ മണ്ടന്മാരെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നും പറഞ്ഞ് ബോബിയെക്കുറിച്ച് അവൾ കണ്ടെത്തിയിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും സാമിനങ്ങ് പറഞ്ഞു കൊടുക്കുന്നു. ബോബി സ്പെഷ്യൽ ഫോഴ്സും കോപ്പൊന്നുമല്ല. നാഷ്വിൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഷോപ്പിംഗ് മോൾ ഉണ്ട്. അവിടുത്തെ സെക്യൂരിറ്റിയാണ് പുള്ളിക്കാരൻ. സാം പിന്നെ ഒന്നും നോക്കിയില്ല, പോകുന്നു, ബോബിക്കിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു. നീ ആരാന്നാ പറഞ്ഞ്? സ്പെഷ്യൽ ഫോഴ്സ് അല്ലേ? സത്യം പറയടാ, ശരിക്കും നീ ആരാ? എന്തിന് ഇങ്ങോട്ട് വന്ന് എന്നും പറഞ്ഞ് ഗണ്ണെടുക്കുകയാണ് സാം. അപ്പോഴാണ് തൻ്റെ പോക്കറ്റിൽ നിന്ന് ആ ലൈറ്റർ അങ്ങ് താഴെ പോകുന്നത്. ഇവിടെ ബോബിയും ഗണ്ണും കൊണ്ടാണ് നിൽക്കുന്നത്. അങ്ങനെ ആ ലൈറ്റർ ബോബി അങ്ങ് കാണുന്നു. നിനക്ക് എവിടുന്ന് ഈ ലൈറ്റർ കിട്ടിയത്? അതാ മേയർ എന്നതാ. ഇതാരുടെ ലൈറ്ററാണെന്നറിയോ? എൻ്റെ ബ്രദറിൻ്റെ, ട്രാവിസിൻ്റെ. മരിച്ച ട്രാവിസിൻ്റെ ബ്രദറാണ്. പക്ഷെ ഞങ്ങൾ റിലേറ്റഡ് അല്ല. അതുകൊണ്ടാണ് ട്രാവിസിൻ്റെ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോൾ എന്നെക്കുറിച്ച് അറിയാണ്ടിരുന്നത്. ട്രാവിസിൻ്റെ അമ്മ കൊടുത്ത ലൈറ്ററാ അത്. അത് മേയറിൻ്റെ കയ്യിൽ എത്തണമെന്നുണ്ടെങ്കിൽ അയാൾക്ക് ഈ കൊലയിൽ എന്തോ പങ്കുണ്ട്.
പിന്നെ അവരൊന്നും നോക്കിയില്ല, നേരെ മേയറിന്റെ വീട്ടിലോട്ട് പോകുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ബോബീനെ അങ്ങനെ കണ്ണടച്ച് വിശ്വസിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ഗൺ പോയിന്റിലാണ് സാം അവനെ കൊണ്ടുപോകുന്നത്. അങ്ങനെ മേയറിന്റെ വീട്ടിലെത്തുന്നു, ചോദ്യം ചെയ്യുന്നു. പുള്ളിക്കാരൻ ആദ്യം കുറേ നുണ പറയുന്നുണ്ടെങ്കിലും അധിക നേരം പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. അങ്ങനെ സത്യങ്ങളെല്ലാം തുറന്നു പറയുന്നു, അതും ഇസബലിന്റെ മുമ്പിൽ വെച്ചിട്ട്. സാം, നിന്നെപ്പോലെ തന്നെ ഈ ടൗൺ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ടൗണിനകത്ത് ഷഗ്ഗി ഡ്രഗ്സ് വിൽക്കുന്നത് എൻ്റെ ശ്രദ്ധയിൽ പെടുന്നത്. അത് ഈ ടൗണിനെ വളരെ മോശമായിട്ടാണ് ബാധിക്കുകയെന്ന് എനിക്ക് നന്നായിട്ടറിയാം. അതുകൊണ്ടാണ് ഡൗണറുമായിട്ട് ഞാനൊരു ഡീല് വെച്ച് ഡ്രഗ്സ് ഈ ടൗണിൽ വിൽക്കാൻ പാടില്ല. അതിന് പകരമായിട്ട് ഡിക്സി മാഫിയാസിനെ അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇതാണ് ഡീൽ. ഡ്രഗ്സ് പുറത്ത് വിൽക്കുന്നതിന് ഒരു പങ്ക് എനിക്കും കിട്ടും. അത് ഈ ടൗണിൻ്റെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവന്മാരാണ് ട്രാവിസിനെ കൊന്നതെന്ന് സത്യമായിട്ടും എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഇതൊക്കെ കേട്ട് ഞെട്ടിയിരിക്കുകയാണ് ഇസബൽ. അത് മാത്രമല്ല, ഈ ടൗണിൻ്റെ യഥാർത്ഥ പ്രൊട്ടക്ടർ സാമാണ് അവൾക്ക് മനസ്സിലായി. അങ്ങനെ ബോബി പറയാണ്, മേയർ, ഈ കേസിൽ നിന്ന് ഞാൻ നിങ്ങൾ ഒഴിവാക്കി തരാം. അതിന് പകരമായിട്ട് ഡൗണറിൻ്റെ ലാബിനെക്കുറിച്ച് ഞങ്ങൾക്കറിയണം. അവൻ്റെ ലാബ് എവിടെയെന്നൊന്നും എനിക്കറിയില്ല. പക്ഷെ ഇന്ന് രാത്രി അങ്ങേർക്കൊരു മാരക ഷിപ്മെൻറ്റ് വരുന്നുണ്ട് വിത്ത് $1,00,000. അതും ഡൗണറിൻ്റെ പ്രോപ്പർട്ടി വെച്ചിട്ടാണ് ആ ഡീല് നടക്കുന്നത്. ഇത് കേട്ടേക്ക് ബോബി സാമിനിട്ട് ഒന്നങ്ങ് കൊടുക്കുന്നു, ഹാൻഡ് കഫ് ചെയ്യുന്നു, ഡൗണറിൻ്റെ പ്രോപ്പർട്ടിയിലോട്ട് പോകുന്നു. അവിടെ ചെന്ന പുള്ളിക്കാരന് പ്രതികാരം കിട്ടും, $1,00,000 കിട്ടും. ഈ സമയത്താണ് ഇസബൽ അവളുടെ അച്ഛൻ്റെ ഗണ്ണുകൊണ്ട് ആ ഹാൻഡ് കഫ് അങ്ങ് പൊട്ടിച്ചു കൊടുക്കുന്നത്. അങ്ങനെ സാം ബോബിയുടെ പിന്നാലെ പോകുന്നു. ഡൗണറിൻ്റെ പ്രോപ്പർട്ടിയിലാണെങ്കിൽ ഗംഭീര ഡീലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതും ഡിക്സി മാഫിയാസ് അടക്കമുണ്ട്. അങ്ങനെ അങ്ങോട്ടതാ ബോബി വരുന്നു എന്ന് മാത്രമല്ല, ലീനയുടെ തലയിലോട്ടാണ് ഗണ്ണ് ചൂണ്ടിയിട്ടുള്ളത്. ഡൗണറിന് ഏറ്റവും കൂടുതൽ ഇഷ്ടം ലീനേനെയാണ്. അവൾക്ക് എന്തേലും സംഭവിച്ചാൽ അയാൾ എന്താണ് കാട്ടിക്കൂട്ടാന്ന് ഒരു പിടുത്തൂല്ല. അങ്ങനെ ലീനയ്ക്ക് വേണ്ടി ഇവരെല്ലാവരും ഗണ്ണങ്ങ് താഴ്ത്തുന്നു. ബോബി ആരാന്നും എന്താന്നും പറയുന്നു. അപ്പോഴാണ് ഡൗണർ ഒരു കാര്യം അങ്ങോട്ട് പറയുന്നത്, നിനക്ക് ഞാൻ 2 ഓപ്ഷൻ തരാം. ഒന്നില്ലെങ്കിൽ റിവെഞ്ച്, അല്ലെങ്കിൽ എൻ്റെ കയ്യിലിരിക്കുന്ന $1,00,000. എന്നെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് ഇവിടുന്ന് ജീവനോടെ പോകാൻ പറ്റില്ല. സോ പൈസ വേണോ റിവെഞ്ച് വേണോ? ഇത് കേട്ടേക്ക് ആ റിവെഞ്ചും കൂപ്പങ്ങ് വേണ്ടാന്ന് വെക്കുകയാണ്. എന്നിട്ട് ആ ക്യാഷാണ് പുള്ളിക്കാരൻ സെലക്ട് ചെയ്യുന്നത്. കുറച്ച് ക്യാഷ് കണ്ടപ്പോൾ കണ്ണങ്ങ് മഞ്ഞളിച്ചു. അത്രയേ ഉള്ളൂ. ചുരുക്കി പറഞ്ഞാൽ ബോബി അത്രയും വലിയ ഫ്രോഡാണെന്നർത്ഥം. സ്വന്തം ബ്രദറിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ വന്നിട്ട് അവരുടെ പണവും കൊണ്ട് പോകുന്നു. ഇതാണ് ഇയാളുടെ ട്രൂ നേച്ചർ. ഈ സമയത്താണ് സാം അങ്ങോട്ടെത്തുന്നത്. പിന്നെ അവിടെ ഗംഭീര ഷൂട്ടൗട്ടാണ്. ബോബിക്കാണെങ്കിൽ കാര്യമായിട്ടുള്ള പരിക്കേൽക്കുന്നു. പക്ഷെ ബോബി ഓരോരുത്തരെയും തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ള ഡൗണർ മാത്രമാണ്. അയാളാണെങ്കിൽ സാമിനായിട്ട് വമ്പനടി. സാമിനാണെങ്കിൽ അയാളെ തോൽപ്പിക്കാൻ പറ്റുന്നില്ല. പക്ഷെ സാം വിട്ടുകൊടുക്കുന്നില്ല. അടിച്ചടിച്ച് അവൻ്റെ അണ്ടം കലക്കുന്നു, കൊല്ലുന്നു, ബോബീനെ അറസ്റ്റ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം ക്ലീൻ. ഈ ടൗണിനെ തിരിച്ച് സമാധാനത്തിലേക്ക് കൊണ്ടുവരുന്നു. അതുമാത്രമല്ല, ഇസബെല്ല, സാം അവരങ്ങ് ഒന്നിക്കുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാം ബോബീനെ കാണാൻ വേണ്ടി ജയിലിലോട്ട് പോകുന്നത്. എന്തൊക്കെ പറഞ്ഞാലും കുറച്ച് ലോല ഹൃദയരായിരുന്ന പോലീസുകാരെ യഥാർത്ഥ പോലീസുകാരാക്കി മാറ്റിയത് സാക്ഷാൽ ബോബി തന്നെയാണ്. അങ്ങനെ അവിടെ വെച്ച് അയാൾക്കങ്ങ് കൈ കൊടുക്കുന്നു. അവൻ പറഞ്ഞതുപോലെ ഒരു ബാഡ് മാനായിട്ട്. ഈ ഒരു പോയിന്റ് വെച്ചിട്ടാണ് ഈ ഒരു സിനിമ അങ്ങ് അവസാനിക്കുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ബൈ.